രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു പോസ്റ്റ് വായിച്ച് നമുക്ക് തുടങ്ങാം. രാഹുൽ മാങ്കൂട്ടം വീണ്ടും സജീവമാകാൻ ഒരുങ്ങുകയാണോ എന്നൊക്കെ സംശയം തോന്നുന്നു. എങ്കിലും നമുക്ക് പോസ്റ്റ് ഒന്ന് വായിക്കാം. ശ്രീ അടൂർ പ്രകാശിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു അത്രേ. ആയിക്കോട്ടെ, ഒരു അന്വേഷണ ഏജൻസിക്ക് ആരെയും ചോദ്യം ചെയ്യാം. പക്ഷേ എന്താണ് SIT അന്വേഷിക്കുന്നത്? ഇവിടത്തെ ഒഫൻസ് പോറ്റിക്കൊപ്പം ആരൊക്കെ ഫോട്ടോ എടുത്തു എന്നുള്ളതാണോ? അതോ ഈ ക്രിമിനൽ കേസിൽ പ്രതിയാകും മുൻപ് ആരൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പരിചയമുണ്ട് എന്നാണോ? ഫോട്ടോ എടുക്കുന്നവർക്കൊക്കെ ചോദ്യം ചെയ്യൽ നോട്ടീസ് അയക്കാനാണ് SIT ഉദ്ദേശിക്കുന്നതെങ്കിൽ ക്ലിഫ് ഹൗസിന്റെ അഡ്രസ്സ് SITക്ക് അറിയില്ല എന്നാണോ? SIT അന്വേഷിക്കുന്നത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെ പറ്റിയാണ് എന്ന് സർക്കാർ മറന്നാലും അന്വേഷണ സംഘം മറക്കരുത്. ആ സ്വർണ്ണക്കൊള്ളയിൽ ശ്രീ അടൂർ പ്രകാശിന് എന്ത് ബന്ധമാണുള്ളത്? ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തിയത് 2019 ശ്രീ അടൂർ പ്രകാശ് 2019 തൊട്ട് സർക്കാരിന്റെ ഭാഗമല്ലാത്ത പ്രതിപക്ഷ MP മാത്രമാണ്. അങ്ങനെ ഒരു പ്രതിപക്ഷ MPക്ക് സർക്കാർ ആസൂത്രിതമായി നടത്തിയ ഒരു സ്വർണ്ണക്കൊള്ളയിൽ എന്ത് ബന്ധമാണ് ഉള്ളത്? അതോ ഒരു പ്രതിപക്ഷ MPക്ക് പോലും സ്വർണ്ണക്കൊള്ള നടത്താൻ പറ്റുന്നത്ര കഴിവുകെട്ടവരാണോ ഈ ഭരണകൂടം? അപ്പോൾ കാര്യം അതൊന്നുമല്ല. ശബരിമലയിലെ അയ്യപ്പന്റെ പൊന്ന് വരെ കട്ട ഈ ജനവിരുദ്ധ സർക്കാരിന്റെ നഷ്ടമായ ഇമേജ് വീണ്ടെടുക്കാൻ പറ്റുമോ എന്നുള്ള ലാസ്റ്റ് റൗണ്ട് ശ്രമമാണ് ഇവർ നടത്തുന്നത്. ശ്രീ വിജയൻ സേനയും വിജയൻ സ്തുതിപാഠകരായ ഒരു വിഭാഗം മാധ്യമ പ്രവർത്തകരും എത്ര ഓവർ ടൈം ഡ്യൂട്ടി ചെയ്താലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് തന്നതിനേക്കാൾ വലിയ അടി നിയമസഭാ തിരഞ്ഞെടുപ്പിലും ജനം തരും. ജനം തിരിച്ചറിയും ഈ ചോദ്യം ചെയ്യലിലെ രാഷ്ട്രീയം. പോറ്റിയെ ശബരിമലയിൽ കയറ്റിയതും ജയിലിൽ നിന്ന് ഇറക്കിയതും സഹാക്കളാണ്. എന്തായാലും കൂറുള്ളവനാ മാങ്കൂട്ടം. കാരണം മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ വന്നപ്പോൾ സമയത്ത് ഇദ്ദേഹം അടൂർ പ്രകാശിനെ എനിക്ക് നേരിട്ടറിയാവുന്നതാണ്. നല്ല മനുഷ്യനാണ്, കൂടെ നിൽക്കുന്നവരെ സംരക്ഷിക്കുന്നവനാണ്. എനിക്കറിയാവുന്ന രാഷ്ട്രീയക്കാരൻ എന്ന് പറയുമ്പോൾ എനിക്ക് അദ്ദേഹത്തെ പറ്റി അറിയാം. എനിക്കറിയാവുന്ന അടൂർ പ്രകാശിനെ പറ്റി എനിക്ക് ആക്ഷേപമൊന്നുമില്ല. അപ്പം ഞാൻ കൂറുള്ളവനാണ് മാങ്കൂട്ടം എന്ന് പറഞ്ഞ കാര്യത്തിൽ ഈ പ്രകാശിന്റെ കാര്യത്തിൽ മാത്രമാണ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. പ്രകാശ് മാത്രമേ ഉള്ള ഇതിനകത്തുനിന്ന് ഇയാളുടെ ഭാഗം നിന്നൊന്ന് സംസാരിച്ചു. പിന്നെ നിർത്തേണ്ടി വന്നു, പാർട്ടി പറഞ്ഞിട്ടായിരിക്കും നിർത്തിയത്. അതുകൊണ്ട് ഇപ്പം പ്രകാശിനൊരു വിഷയം വന്നപ്പോൾ തീർച്ചയായിട്ടും മാങ്കൂട്ടം ഇത്തരം പോസ്റ്റെങ്കിലും ഇടണം, മനസ്സിലാവുന്നുണ്ട്. അപ്പൊ പിന്നെ ഇതിനകത്ത് സ്വർണം മോട്ടിച്ചത് ആരായാലും അകത്തുകൊണ്ടേ. അതിനകത്ത് സ്വർണം മോട്ടിച്ചത് കാലാവധിയും അല്ലെങ്കിൽ ഒരു തീരുമാനവും ഒരു കേസിന്റെയും അടിസ്ഥാനത്തിൽ അല്ലല്ലോ. പ്രകാശ് മോഷ്ടിച്ചോ, ആന്റോ മോഷ്ടിച്ചോ, പിണറായി വിജയൻ മോഷ്ടിച്ചോ എന്നുള്ളതല്ലല്ലോ. KC വേണുഗോപാൽ മോഷ്ടിച്ചോ എന്നുള്ളതല്ലല്ലോ. കടകംപള്ളി മോഷ്ടിച്ചോ എന്നുള്ളത്. പക്ഷെ നമുക്ക് ആരാ മോഷ്ടിച്ചതെന്ന് അറിയണം. ഒന്നിച്ച് മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതും അറിയണം. കാരണം ഇതിനകത്ത് ഈ പോറ്റിയുടെ കൂടെ നിന്നവരുടെ എല്ലാം ഫോട്ടോ അല്ലെങ്കിൽ നിന്ന ആൾക്കാരുടെ എല്ലാം ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞാലൊന്നും അത് മാങ്കൂട്ടം പറഞ്ഞാലല്ല, ആര് പറഞ്ഞാലും അറിയാവുന്നവർക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂടെ പോറ്റി നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ 10 കൊല്ലത്തിനകത്ത് സാധാരണയായിട്ട് അങ്ങ് ചെന്ന് കയറി ചെല്ലാൻ പറ്റുന്നിടത്ത് വെച്ചല്ലല്ലോ. ഫോട്ടോസ് ഒന്നും അല്ലല്ലോ നമ്മൾ കണ്ടത്. പുള്ളിയുടെ വീട്ടിൽ വെച്ചുള്ള ഫോട്ടോ അല്ല, പേഴ്സണൽ ഉള്ള ഫോട്ടോ അല്ല, പൊതുപരിപാടിയിൽ വളരെ ദൂരെ മാറി നിൽക്കുന്ന ഫോട്ടോസ് ഒക്കെയാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഇതിനകത്ത് കടകംപള്ളിയുടെ കൂടുള്ളതും പ്രകാശിന്റെ കൂടുള്ളതും ആന്റോണിയുടെ കൂടുള്ളതും ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവരുടെ ദേശീയ നേതാവായിട്ടുള്ള ആർക്കും ഒരു നടക്കും അല്ലെങ്കിൽ ഒരു 9 നടക്കും ചെന്ന് കയറാൻ പറ്റാത്ത Z കാറ്റഗറി സെക്യൂരിറ്റിയുള്ള കോൺഗ്രസ് നേതാക്കന്മാർക്ക് പോലും ചെന്ന് കയറാൻ പറ്റാത്ത സോണിയാഗാന്ധിയുടെ നിന്ന ഫോട്ടോ നമുക്ക് വരുമ്പോൾ ഇപ്പൊ തന്നെ ഇദ്ദേഹത്തെ വിളിച്ച് ചോദ്യം ചെയ്തു. കാരണം ഇദ്ദേഹം പലവട്ടത്തിൽ, ഒന്ന് ബാംഗ്ലൂരിൽ വെച്ചാണ്ട്, ഇദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിൽ വെച്ചാണെങ്കിൽ പറയാം, സ്ഥലത്ത് പോലുമല്ല, ഈ നിയോജക മണ്ഡലം വിട്ട് പലത്ത് വെച്ചാണ്. അതുപോലെ പേഴ്സണലായിട്ട് ചെന്നതാണല്ലോ ഇപ്പൊ കടകംപള്ളിക്ക് ഇദ്ദേഹത്തിന് പറ്റിയ കുഴപ്പം. കാരണം ഇത്രയ്ക്ക് പേഴ്സണൽ അടുപ്പം, വീട്ടിലെ കാര്യങ്ങൾക്ക് അകത്ത് പങ്കെടുക്കാൻ എന്താണ് കുഴപ്പം എന്നുള്ളതായിരിക്കും SIT ചോദിച്ചത്. അദ്ദേഹം പറയുന്നത് ശബരിമലയിൽ അന്നദാനത്തിന് വേണ്ടി ഇയാൾ വിളിച്ചതാണ്. ഇയാൾക്ക് ശബരിമലയിൽ അന്നദാനത്തിന് വിളിക്കാൻ യാതൊരു അല്ലെങ്കിൽ അതിനുള്ള അതോറിറ്റി അല്ല. ഇദ്ദേഹത്തിന് ശബരിമലയെ പറ്റി അറിയാം, കോന്നി MLA ആയതുകൊണ്ട് അതിനെപ്പറ്റി അറിയാം, പ്രോട്ടോകോൾ അറിയാം. ഇദ്ദേഹത്തെ ആ ശബരിമല പോറ്റി വിളിച്ചാൽ ചെല്ലത്തില്ല. പ്രകാശ് എന്ന് പറയുന്ന ഒരു MLA ആയാലും MP ആയാലും കാരണം അതൊക്കെ നോക്കും. കാരണം പോറ്റിക്ക് എന്താ അവിടെ വിളിക്കാൻ അധികാരം? അപ്പൊ ആ ഒരു വർത്തമാനം പറച്ചിലിനകത്തും അതിനകത്തും ഒക്കെ വ്യക്തത വരുത്താനായിരിക്കും SIT പറഞ്ഞത്. പക്ഷെ ഇന്നലെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ അടൂർ പ്രകാശ് വാ തുറന്നതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാക്കി. അടൂർ പ്രകാശിനെ പോറ്റിക്ക് ആവശ്യമില്ല. നമ്മളത് മനസ്സിലാക്കണം. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്
ഡൽഹിയിൽ സോണിയാഗാന്ധിയെ പോകാൻ വേണ്ടി എന്നെ വിളിച്ചു. സോണിയാഗാന്ധിയെ കാണാൻ വേണ്ടി അദ്ദേഹത്തിന് പ്രകാശിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല. പ്രകാശിനെ വിളിച്ചു. മനസ്സിലായില്ലേ? ഒരുപക്ഷെ പ്രകാശിനെ വിളിച്ചോ പ്രകാശ് അയാളുടെ കൂടെ പോകാൻ പറ്റുമെങ്കിൽ, പ്രകാശ് MP ആണെന്ന് പറഞ്ഞിട്ടോ കേരളത്തിലെ LDF കൺവീനർ ആണെന്ന് പറഞ്ഞിട്ടോ സോണിയാഗാന്ധി അടുത്ത് ഒരു നടക്കൊന്നും ചെന്ന് കാണാൻ പറ്റുന്നില്ല. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അടൂർ പ്രകാശ് എന്ന് പറയുന്ന ഇത്രയും വലിയ നേതാവായിട്ട് പോലും പോറ്റിയുടെ കൂടെ എങ്കിലും സോണിയാഗാന്ധിയുടെ അടുത്ത് പോകാൻ ഒരു അവസരം കിട്ടിയാൽ മുതലാക്കുന്ന ഒരവസരമായിരുന്നു എന്ന് വേണം കരുതാൻ. അങ്ങനെ പോയത്. അപ്പൊ അദ്ദേഹം അങ്ങനെ പറഞ്ഞു, ഞാനല്ല ഇടപാട് അല്ലെങ്കിൽ സോണിയാഗാന്ധിയെ കാണുന്നതിന് വേണ്ടി ഇടപാട് ചെയ്തു കൊടുത്തത്, പോറ്റി എന്നെ ക്ഷണിക്കുകയായിരുന്നു, അപ്പം ഞാൻ കൂടെ പോയി. ആന്റോ അതിനെപ്പറ്റി വ്യക്തത വരുത്തി പറഞ്ഞിട്ടില്ല. ആന്റോ ആന്റണിയും അങ്ങനെയാണോ പോയതെന്നുള്ളതിനെ പറ്റി അറിയത്തില്ല. അപ്പോൾ നമ്മൾ ഈ പറയുമ്പോൾ സ്വർണ്ണക്കൊള്ള, ഇപ്പോൾ മാങ്കൂട്ടം പറയുന്നു മൊത്തം മോഷ്ടിച്ചത് പിണറായി വിജയനാണ്. മൊത്തം മോഷ്ടിച്ചത് പിണറായി വിജയനാണെങ്കിൽ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യണം, തെളിവുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യണം. പക്ഷേ സ്വർണ്ണക്കൊള്ള ഈ പറയുന്നത് പോലെ അവരാഗ്രഹിക്കുന്നത് പോലെ വന്നപ്പോൾ, കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് പോലെ വന്നപ്പോൾ SIT ഗുണമായിരുന്നു. ഇപ്പം SIT അന്വേഷണം കോടതിയുടെ പരിധിയിലായതുകൊണ്ട് കോടതി പറഞ്ഞു 98 തൊട്ട് അന്വേഷിക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അതിനുശേഷം 2004 തൊട്ട് എങ്കിലും അന്വേഷിക്കാൻ പറഞ്ഞു. 98 തൊട്ടാണ് കോടതി പറഞ്ഞു. ഈ 98 തൊട്ട് അന്വേഷിക്കുമ്പോൾ അത്രയും അങ്ങോട്ട് വേണ്ടി 2004 തൊട്ട് 2017 വരെയുള്ള കൊള്ളയുടെ ഭാഗമായിട്ട് നമ്മൾ പരിശോധിച്ചാൽ, അതായത് സ്വർണ്ണക്കൊള്ള ഈ പറയുന്ന ദ്വാരപാല ശില്പത്തിൻ്റെയും വാതിൽപ്പടിയുടെയും അവിടെ നിർത്തിക്കൊണ്ട് അതിൻ്റെ പുറകോട്ട് പരിശോധിച്ചാൽ അവിടെ നടന്ന അഴിമതിക്കൊക്കെ കാരണക്കാരായിട്ടുള്ളത് അജയ് തറയിലെ ഈ പറയുന്ന നമ്മുടെ മിൽമ ചെയർമാനായിട്ട് പ്രയാർ ഗോപാലകൃഷ്ണൻ. ഇതിനകത്ത് ഇവരുടെ കൂടെ നിൽക്കുന്ന MP-മാരുടെയും കോൺഗ്രസ് നേതാക്കന്മാരുടെയും ഒക്കെ പേര് വരുന്നുണ്ടല്ലോ. KC വേണുഗോപാലിന്റെ പേര് ആരാ വെളിയിൽ കൊണ്ടുവന്നത്? 2004 KC വേണുഗോപാൽ രമേശ് ചെന്നിത്തല ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞല്ലോ. അതുകൊണ്ടില്ല നിൽക്കുന്ന ആളിനെ പരിചയമുണ്ടോ മുഖപരിചയമുണ്ടോ നമ്മൾ ചോദിക്കത്തില്ല. എന്നാൽ നമുക്കറിയാം ഇവനെ കൊണ്ട് പറയിക്കാൻ എന്ന് പറഞ്ഞാൽ പറയിച്ചാൽ അതിൽ വെളിയിൽ കൊണ്ടുവന്നു. അപ്പൊ ഇതിനകത്ത് സ്വർണ്ണക്കൊള്ളയ്ക്കകത്ത് ഈ രമേശ് ചെന്നിത്തലയ്ക്ക് അത് പങ്കില്ല. അതാണ് അതിനകത്ത് വ്യക്തമുണ്ട്. ബാക്കി വളരെ കൃത്യമായിട്ട് വലിയ വലുപ്പത്തിൽ കോൺഗ്രസ് നേതാക്കന്മാർക്ക് പങ്കുണ്ട്. ഇപ്പൊ തന്നെ പ്രകാശിന്റെ അവസ്ഥ എന്തുവാ, ഉണ്ടോ ഇല്ലയോ ഈ വിഷയത്തിനകത്തൂടെ പ്രകാശ് അടുത്ത പ്രാവശ്യം മത്സരിക്കാൻ സാധ്യതയുള്ളത്, മന്ത്രിയാവാൻ സാധ്യതയുള്ളത് കൊണ്ടുള്ള ഒരാളായിരുന്നു. പ്രകാശ് വെട്ടോ ഈ ഒരു വിഷയത്തിന് അതിന് പ്രകാശിന് സീറ്റ് കിട്ടാൻ സാധ്യതയില്ല. അപ്പം ഇതിനകത്ത് ഈ പാർട്ടിക്കകത്ത് അടുത്ത പ്രാവശ്യം മുഖ്യമന്ത്രി ആകുന്നതിന് വേണ്ടി സാധ്യത കുറഞ്ഞിരിക്കുന്ന സമയത്ത് അതിന് സാധ്യതയുള്ള നേതാക്കന്മാർ ഇതിനകത്ത് കൊള്ള നടത്തി എന്നുള്ളത് വെളിയിൽ കൊണ്ടുവരുന്ന കടമ ഏറ്റവും കൂടുതൽ നിർവഹിച്ചത് SITക്ക് മുമ്പേ അതിന്റെ റൂട്ട് കാണിച്ചു കൊടുത്തത് കോൺഗ്രസ്സുകാർ തന്നെ. കാരണം SITക്ക് പരാതി കൊടുത്ത ആരാ? രമേശ് ചെന്നിത്തലയാണ്. SIT പരാതി കൊടുത്ത രമേശ് ചെന്നിത്തല അവിടെ കൊണ്ടുവന്ന് 2 വ്യവസായികളെ കൊണ്ട് തെളിവ് നിരത്തി 1000 കോടി രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം പറയിച്ചത് ആരാ? രമേശ് ചെന്നിത്തലയാണ്. എന്നിട്ട് അവർ പറഞ്ഞു ഡി-മണിയുടെ കാര്യം പറഞ്ഞു. ഡി-മണിയുടെ കാര്യം അവരങ്ങ് വിട്ടു. കാരണം SITക്ക് എന്തെങ്കിലും താല്പര്യമുണ്ടോ, അതിന് ഡി-മണി ഇല്ലയോ അത് നമുക്ക് പറയാനൊക്കത്തില്ല, നമ്മൾ പറയും. പക്ഷെ അതിനകത്തൂടെ വന്നതാണ് ഈ MP-മാർ, അതിനകത്തൂടെ വന്നതാണ് ആലപ്പുഴക്കാരൻ നേതാവ്. അപ്പം ഇതിനകത്ത് ഈ പറയുന്ന അടൂർ പ്രകാശിന്റെയും ആന്റോ ആന്റണിയുടെയും KC വേണുഗോപാലിന്റെയും കോൺഗ്രസ് നേതാക്കന്മാരുടെയും ഒക്കെ പേര് സ്വർണ്ണക്കള്ളയിലേക്ക് വരുമ്പോൾ SIT ചോദ്യം ചെയ്യുമ്പോൾ അതിന് കാരണമുണ്ട്. അതിനകത്ത് മാങ്കൂട്ടമല്ല, ഏത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞാലും, ഏത് രമേശ് ചെന്നിത്തല പറഞ്ഞാലും, ഏത് KC വേണുഗോപാൽ പറഞ്ഞാലും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് SITക്ക് ചോദ്യം ചെയ്യാനൊക്കത്തില്ല. SIT ചോദ്യം ചെയ്തില്ല. ആ ഫോട്ടോയുടെ സാഹചര്യം ഇപ്പൊ തന്നെ കടകംപള്ളിക്ക് വീണ്ടും കുരുക്കാവുക. കടകംപള്ളി ഒരു വട്ടേ പോയെന്നുള്ളത് പറഞ്ഞു, രണ്ടാമത് പോയതിനും SITക്ക് തെളിവ് കിട്ടി, കിട്ടി. എന്തിനു കുടുംബത്തോടൊപ്പം? ഈ പറയുന്ന കീഴ്ശാന്തിക്കാരൻ്റെ അവിടെ മന്ത്രി കുടുംബത്തോടൊപ്പം നിൽക്കുന്നതിന്റെ കാര്യമല്ലയോ? കാര്യം എന്താണ്? അപ്പൊ അതുകൊണ്ട് ഒന്നാം പ്രതിയായിട്ടുള്ള കൊള്ളക്കാരൻ, രാജ്യാന്തര റാക്കറ്റുമായിട്ടുള്ള ബന്ധമുള്ള കൊള്ളക്കാരൻ, ബാംഗ്ലൂർ ബേസ് വലിയ ബിസിനസ് നടത്തുന്ന കൊള്ളക്കാരൻ, ഇവനാ ഉണ്ണികൃഷ്ണൻ പോറ്റി. ഇവനെ 2004 തൊട്ട് അവിടെ വെച്ച് കൊണ്ടുവന്ന് ഈ തന്ത്രിയുടെ കൂടെ ഗൂഢാലോചന നടത്തിയ നേതാക്കന്മാരുടെ കൂട്ടത്തിൽ കോൺഗ്രസ്സുകാരും ഉണ്ട് എന്നുള്ള രീതിയിലേക്കുള്ള അന്വേഷണ സംഘം പോകുമ്പോഴാണ് ഇവിടെ കിടന്ന് വെപ്രാളം പിടിക്കുന്നത്. എന്താ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞത്? നിങ്ങൾ സ്വർണ്ണക്കൊള്ള വലുതായിട്ട് പിടിക്കല്ലേ, സോണിയാഗാന്ധിയുടെ പേര് അവിടെ കൊണ്ടിട്ട് വഷളാക്കല്ലേ, അതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ, സ്വർണ്ണക്കൊള്ള ഒരുമാതിരി ഒക്കുന്ന പോലെ അങ്ങ് വിഴുങ്ങാൻ പറഞ്ഞു. ഇപ്പൊ അതെങ്ങനെ വന്നേ? ഇപ്പം ഭരണപക്ഷം മുഖ്യമന്ത്രിയാണോ KC വേണുഗോപാലിന്റെ പേര് പറഞ്ഞത്? അല്ല, ഇപ്പൊ പറഞ്ഞത് മുഖ്യമന്ത്രിയാണോ ഇപ്പൊ KC വേണുഗോപാലിന്റെ പേര് പറഞ്ഞത്? ചെന്നിത്തലയാ. അതിനു മുമ്പ് ഈ പറയുന്ന ദേശീയ നേതാവിന്റെ സോണിയാഗാന്ധിയുടെ പേര് മുഖ്യമന്ത്രിയാണ് പറഞ്ഞത്. അതായത് അവരുടെ ഭാഗമായിട്ട് ഉള്ള നേതാക്കന്മാരകത്ത് കിടക്കുമ്പോൾ ഇത് മൊത്ത കച്ചവടമാണ്. പപ്പം പറയാതെ പറഞ്ഞ കാര്യം ശരിയാണെന്ന് വരുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പം ഇതിനകത്ത് പ്രകാശിനെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. പ്രകാശിന്റെ കാര്യത്തിൽ എനിക്കറിയാവുന്ന പ്രകാശിന് ഈ മാതിരി പണി നടത്തേണ്ട കാര്യമില്ല. ശരിക്കണ്ട, ഞാൻ പലരുടെയും പേര് പറഞ്ഞിട്ട് അവസാനം അവരൊക്കെ അകത്ത് പോയതുകൊണ്ട് തന്നെ ഇരിക്കുന്നത് അറിയാം. പക്ഷെ എനിക്കറിയാവുന്നത് എനിക്ക് പറയാൻ പറ്റും. പിന്നെ മാങ്കൂട്ടത്തിൽ ഈ പറഞ്ഞതുപോലെ പ്രകാശിന്റെ കാര്യം വന്നപ്പോൾ ഒന്ന് സഹായിച്ചതും
അദ്ദേഹത്തെ പുകഴ്ത്തി പറഞ്ഞത് നല്ലത് തന്നെയാണ്. കാരണം മാങ്കൂട്ടത്തിൻ്റെ ഒരു വിഷയം വന്നപ്പോൾ ആര് മറച്ചു നിന്ന ഒരു വിഷയം ശരിയോ തെറ്റോ നമുക്കറിയത്തില്ല, അന്നേരം പ്രകാശിനെ സഹായിക്കാൻ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് മാങ്കൂട്ടൽ ഈ സമയത്ത് ചങ്ക് പറിച്ച് കൂടെ കൂടെ നിന്നത് നിന്നത് നല്ലത്. അതെ. പിന്നെ പ്രതിപക്ഷ എംപിക്കും ഭരണപക്ഷ എംപിക്കും ആർക്കാണെങ്കിൽ പോലും അധികാരത്തിന്റെ കാര്യമൊക്കെ മാങ്കൂട്ടത്തിന് അറിയാമല്ലോ, എവിടെ ഇരുന്നാലും കാര്യങ്ങൾ നടത്താനൊക്കെ പറ്റും. അപ്പൊ അതൊന്നും വേണ്ട, അന്വേഷിക്കട്ടെ, വെപ്രാളം പിടിക്കാതെ. അല്ല, വെറും ഒരു MP ആയ അടൂർ പ്രകാശിന് പോറ്റിയുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ചാണ് SIT അന്വേഷിക്കുന്നത്. അതും കൂടെ രാഹുൽ മാങ്കൂട്ടം മനസ്സിലാക്കിയാൽ നന്നാവും.